നമ്മൾ സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 5 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് അലങ്കാരങ്ങൾ നമ്മൾ അതിൽ പരിചയപ്പെട്ടു അല്ലേ. ഇനി 6ാമത്തെ ബ്ലോക്കിൽ ബാക്കി കുറച്ച് അലങ്കാരങ്ങളുടെ പരിചയമാണ്. അലങ്കാര പരിചയ 2ാമത്തെ ഭാഗമാണ് വരുന്നത്. അതിൽ പറയുന്ന അലങ്കാരങ്ങൾ അർത്ഥാന്തരന്യാസം, കാവ്യലിംഗം, പിന്നെ എന്താണ് സ്വഭാവോക്തി, വ്യതിരേകം, പിന്നെ അനന്വയം, ഉപമേയ ഉപമ, പിന്നെ ശ്ലേഷാലങ്കാരം എന്നിങ്ങനെയാണ് 6ാമത്തെ ബ്ലോക്കിൽ വരുന്നത്. അതിൽ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 1ാമത്തെ യൂണിറ്റിൽ 2 അലങ്കാരങ്ങൾ വരുന്നുണ്ട്. അതിൽ വരുന്ന അലങ്കാരങ്ങൾ അർത്ഥാന്തരന്യാസാലങ്കാരവും കാവ്യലിംഗാലങ്കാരവുമാണ്. ആദ്യം നമുക്ക് അർത്ഥാന്തരന്യാസം എന്ന അലങ്കാരത്തെ കുറിച്ച് പഠിക്കാം. അർത്ഥാന്തരന്യാസ, അതിന്റെ ലക്ഷണം കൊടുത്തിട്ടുണ്ട്. ഉക്തിരർത്ഥാന്തരന്യാസസ്യാത് സാമാന്യ വിശേഷയോഹോ. സാമാന്യ വിശേഷയോഹോ ഉക്തിഹി അർത്ഥാന്തരന്യാസഃ. എന്താണ് ഉദ്ദേശിക്കുന്നത്? സാമാന്യ വിശേഷയോഹോ ഉക്തിഹി അർത്ഥാന്തരന്യാസഃ. സാമാന്യേന വിശേഷ സമർത്ഥനം, വിശേഷേണ സാമാന്യ സമർത്ഥനം ചെയ്തി അർത്ഥാന്തരന്യാസോ ദ്വിവിധഃ. ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമാന്യം കൊണ്ട് വിശേഷത്തെയും വിശേഷം കൊണ്ട് സാമാന്യത്തെയും സമർത്ഥിക്കുന്നതാണ് അർത്ഥാന്തരന്യാസം എന്ന അലങ്കാരം. അതായത് സാമാന്യമായിട്ടുള്ള, അതായത് പ്രസിദ്ധമായിട്ട് അറിയുന്ന ഒരു കാര്യം കൊണ്ട് വിശേഷമായതിനെ, നമുക്ക് എന്തിനെയാണോ വർണ്ണിക്കേണ്ടത് അതിനെയും, വിശേഷമായിട്ടുള്ള ഒന്നുകൊണ്ട് സാമാന്യമായിട്ടുള്ള ഒന്നിനെയും വർണ്ണിക്കുന്നതിനെയാണ് അർത്ഥാന്തരന്യാസം എന്ന് പറയുന്നത്. അർത്ഥാന്തരന്യാസം അതുകൊണ്ട് തന്നെ 2 വിധത്തിലുണ്ട്. സാമാന്യേന വിശേഷ സമർത്ഥന രൂപം, അതുപോലെ തന്നെ വിശേഷേണ സാമാന്യ സമർത്ഥന രൂപം എന്നിങ്ങനെ. അതിൽ സാമാന്യേന വിശേഷ സമർത്ഥനം എന്നതിൻ്റെ ഉദാഹരണം, സാമാന്യേന വിശേഷ സമർത്ഥന രൂപം അർത്ഥാന്തരന്യാസം, അതിന്റെ ഉദാഹരണമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹനുമാൻ അബ്ധിമതരത് ദുഷ്കരം കിം മഹാത്മനാം. ഹനുമാൻ അബ്ധിം ബഹുയോജന വിസ്തൃതം സമുദ്രം അതരത്. ഹനുമാൻ അബ്ധിം സമുദ്രത്തെ, ഒരുപാട് വലിയ സമുദ്രത്തെ, അതരത് മറികടന്നു, തരണം ചെയ്തു. മഹാത്മനാം മഹാത്മാക്കൾക്ക്, മഹജ്ജനങ്ങൾക്ക്, കിം ദുഷ്കരം എന്താണ് അസാധ്യമായിട്ടുള്ളത്. മഹതാം മഹാത്മാക്കൾക്ക്, കിമപി കാര്യം ന ദുഷ്കരം ഇത് സാമാന്യം. മഹാത്മാക്കൾക്ക് ഒരു കാര്യവും ദുഷ്കരമായിട്ടില്ല, ചെയ്യാൻ സാധിക്കാത്തതായിട്ടില്ല എന്നത് എന്താണ്? സാമാന്യമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. തേന, ആ ഒരു സാമാന്യമായിട്ടുള്ള കാര്യം കൊണ്ട് വിശേഷ സമർപ്പണം, വിശേഷമായിട്ടുള്ള ഒന്നിനെ സമർത്ഥിക്കുന്നതിനാൽ ഇവിടെ അർത്ഥാന്തരന്യാസ അലങ്കാരമാണ് വരുന്നത്. ഇനി ഈ സാമാന്യേന വിശേഷ സമർത്ഥന രൂപത്തിലുള്ള അർത്ഥാന്തരന്യാസത്തിന്, സാമാന്യം കൊണ്ട് വിശേഷത്തെ പറയുന്ന അർത്ഥാന്തരന്യാസ അലങ്കാരത്തിന് മറ്റൊരു ഉദാഹരണം പറയുകയാണ്. ദിവാകരാത് രക്ഷതി യോഗുഹാസു ലീനം ദിവാഭീതമിവാന്ധകാരം ക്ഷുദ്രേപി നൂനം ശരണം പ്രപന്യേ മമത്വമുച്ചൈ ശിരസാം സതീവ. എന്താ പറയുന്നത്? ഹിമാലയ സ്വസ്യ ഗുഹാസു ലീനം അന്ധകാരം സൂര്യാ രക്ഷതി. ഹിമാലയ പർവ്വതം
തന്റെ ഗുഹകളിൽ ഒളിഞ്ഞിരിക്കുന്നതായ അന്ധകാരത്തെ സൂര്യനിൽ നിന്നും രക്ഷിക്കുന്നു. ആത്മാനം ശരണം പ്രാപ്തേ സജ്ജനെ ദുർജനെ അപി ഉന്നതാന മമത്വമസ്തി. സ്വയം അഭയം പ്രാപിക്കുന്ന അല്ലെങ്കിൽ തന്നിൽ അഭയം പ്രാപിക്കുന്ന സജ്ജനങ്ങളോടും ദുർജനങ്ങളോടും ഉന്നതരായിട്ടുള്ള ആളുകൾ എന്താണ്, ആളുകൾക്ക് സ്നേഹം ഉണ്ടായിരിക്കും. അപ്പോൾ തങ്ങളെ അഭയം പ്രാപിക്കുന്ന സജ്ജനങ്ങളാകട്ടെ ദുർജനങ്ങളാകട്ടെ അവരോട് ഉന്നതരായിട്ടുള്ള ആളുകൾ എന്ത് കാണിക്കും, സ്നേഹം പ്രകടിപ്പിക്കും. അത്ര ശരണാഗതേ സജ്ജനേ ഇവ ദുർജനേ അപി ഉന്നതാഹ മമതാഭാവം പ്രകടയന്തി ഇതി സാമാന്യേന ഹിമാലയഃ സ്വസ്യ ഗുഹാസു അഭയം പ്രാപ്തം അന്ധകാരം സൂര്യാത് രക്ഷതി ഇതി വിശേഷം സമർത്ഥയതി ഇതി അർത്ഥാന്തരന്യാസ അലങ്കാര ലക്ഷണ സമന്വയഃ. അപ്പൊ ഇവിടെ എന്താണ്, ഹിമാലയം തന്റെ ഗുഹയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇരുട്ടിനെ സൂര്യനിൽ നിന്നും രക്ഷിക്കുന്നു എന്ന വിശേഷമായിട്ടുള്ള കാര്യം കൊണ്ട് സമർത്ഥിക്കുന്നതിനാൽ ഇവിടെ എന്താണ്, അർത്ഥാന്തരന്യാസ അലങ്കാരമാണ്. അപ്പോ ഉന്നതന്മാരായിട്ടുള്ള ആളാകട്ടെ തങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്ന സജ്ജനന്മാരോടും ദുർജനന്മാരോടും ഒരുപോലെ മമതാഭാവം കാണിക്കുന്നു എന്ന സാമാന്യം കൊണ്ട് ഹിമാലയം തന്റെ ഗുഹകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന അന്ധകാരത്തെ സൂര്യനിൽ നിന്നും രക്ഷിക്കുന്നു എന്ന വിശേഷത്തെ സമർത്ഥിക്കുന്നത് കൊണ്ട് ഇവിടെ സാമാന്യേന വിശേഷ സമർത്ഥനം എന്ന അർത്ഥാന്തരന്യാസ അലങ്കാരമാണ് വരുന്നത്. അടുത്തത് വിശേഷേണ സാമാന്യ സമർത്ഥനം എന്ന അലങ്കാരമാണ് എന്നതിന്റെ ഉദാഹരണമാണ്. വിശേഷേണ സാമാന്യ സമർത്ഥനം എന്ന അർത്ഥാന്തരന്യാസ അലങ്കാരത്തിന്റെ ഉദാഹരണമാണ്. ഗുണവത് വസ്തു സംസർഗാത് യാതി സ്വൽപോപി ഗൗരവം പുഷ്പമാലാനുഷംഗേണ സൂത്രം ശിരസി ധാര്യതേ. നിസ്സാരോപി ഗുണവതഃ വസ്തുനഃ സംസർഗാത് ഗൗരവം പ്രാപ്നോതി. ഒരു നിസ്സാരമായ ചെറുതായിട്ടുള്ള ഒരു വസ്തു പോലും ഗുണമുള്ളതായ ഒരു വസ്തുവിനോട് കൂടിയുള്ള സംസർഗത്താൽ എന്തായി തീരുന്നു, പ്രധാനപ്പെട്ടതായി പ്രാധാന്യമുള്ളതായി തീരുന്നു. പുഷ്പമാലായാഹ സമ്പർക്കേണ പൂമാലയുമായിട്ടുള്ള സമ്പർക്കത്താൽ തന്തുഹു അപി ഒരു വെറും നൂല് പോലും ശിരസി ധാര്യതേ ഇത്യർത്ഥ, ശിരസിൽ ധരിക്കപ്പെടുന്നു. അപ്പോൾ ഗുണവത്തായിട്ടുള്ള വസ്തുക്കളുടെ സംസർഗം കൊണ്ട് വെറും ചെറുതായ അല്പം മാത്രമായിട്ടുള്ള വസ്തുക്കൾ പോലും പ്രാധാന്യത്തെ പ്രാപിക്കുന്നു. എന്തുപോലെ, പൂമാലയുമായിട്ടുള്ള സമ്പർക്കത്താൽ വെറും നിസ്സാരമായിട്ടുള്ള ഒരു നൂല് പോലും ശിരസിൽ ധരിക്കപ്പെടുന്നത് പോലെ. അത്ര പുഷ്പമാലായാഹ സമ്പർക്കേണ തന്തുഹു ശിരസി ധാര്യതേ ഇത് വിശേഷേണ. ഈ പുഷ്പമാലയുടെ സമ്പർക്കം കൊണ്ട് നൂല് ശിരസിൽ ധരിക്കപ്പെടുന്നു എന്നതെന്താണ്, ഒരു വിശേഷമായിട്ടുള്ള കാര്യമാണ്. ആ വിശേഷമായിട്ടുള്ള കാര്യത്തെ നിസ്സാരോപി ഗുണവതാ സംസർഗേണ ശ്രേഷ്ഠതാം പ്രാപ്നോതി ഇതി. നിസ്സാരമായതാണെങ്കിലും ചെറുതാണെങ്കിലും ഗുണവത്തായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം കൊണ്ട് ശ്രേഷ്ഠതയെ പ്രാപിക്കുന്നു എന്ന സാമാന്യമായി എല്ലാവർക്കും അറിയാവുന്ന സാമാന്യമായിട്ടുള്ള ഒരു കാര്യം വെച്ച് സമർത്ഥിക്കുന്നതിനാൽ ഇവിടെ എന്താണ്, അർത്ഥാന്തരന്യാസ അലങ്കാരമാണ്. അപ്പോൾ പുഷ്പമാലയുമായിട്ടുള്ള സമ്പർക്കത്താൽ നൂലിനെ പോലും ശിരസിൽ ധരിക്കുന്നു എന്ന വിശേഷമായിട്ടുള്ള കാര്യം കൊണ്ട് ഗുണവാന്മാരായിട്ടുള്ള മനുഷ്യരോടുള്ള സംസർഗത്താൽ അല്പം മാത്രമായ അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞതായ ആളുകൾക്ക് പോലും പ്രാധാന്യം ലഭിക്കുന്നു എന്ന സാമാന്യമായ കാര്യത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ സമർത്ഥിച്ചിട്ടുള്ളതിനാൽ ഇവിടെ വിശേഷേണ സാമാന്യ സമർത്ഥനം എന്ന അർത്ഥാന്തരന്യാസ അലങ്കാരമാണ് വരുന്നത്. മറ്റൊരു ഉദാഹരണം അതിന് കൊടുത്തിട്ടുണ്ട്. നിജദോഷാവൃത മനസാം അതിസുന്ദരമിവാഭാതി വിപരീതം പശ്യതി പിത്തോപഹത ശശിശുഭ്രം ശംഖമപി പീതം. സ്വസ്യ ദോഷൈഃ ആവൃതചിത്താഃ
സ്വന്തം ദോഷങ്ങളാൽ മനസ്സ് നിറഞ്ഞതായിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളാൽ മൂടപ്പെട്ട മനസ്സുള്ളവർ അതിസുന്ദരമപി വിപരീത രൂപേണ പശ്യന്തി, സുന്ദരമായതിനെ പോലും വിപരീതമായി കാണുന്നു. പിത്തദോഷേണ ബാധിതഃ ചന്ദ്രവത് ധവളവർണ്ണമപി ശംഖം പീതവർണ്ണത്വേന പശ്യതി. എന്താ പറയുന്നത്? പിത്തദോഷം ബാധിച്ചവൻ, നമ്മൾ പറയുന്ന മഞ്ഞപ്പിത്തം ബാധിച്ചവരെല്ലാം കാണുന്നതെല്ലാം മഞ്ഞയാണെന്ന് പറയില്ലേ, അതുപോലെ പറയാണ് പിത്തദോഷം ബാധിച്ചവൻ ചന്ദ്രനെ പോലെ വെളുത്ത നിറമുള്ള ശംഖിനെ എന്തായിട്ട് കാണുന്നു? പീതമായിട്ട്, മഞ്ഞ നിറമുള്ളതായിട്ട് കാണുന്നു. അത്ര ദോഷനിർഭര ചിത്തഃ സുന്ദരമപി വിപരീത രൂപേണ പശ്യതി ഇത് വിശേഷേണ. ഇവിടെ ദോഷം നിറഞ്ഞ മനസ്സുള്ളവൻ സുന്ദരമായതിനെ പോലും വിപരീതമായി കാണുന്നു എന്ന വിശേഷത്താൽ പിത്തദോഷമുള്ളവൻ ശുഭ്രവർണ്ണമുള്ളതായ വെളുത്ത നിറമുള്ളതായ ശംഖിനെ മഞ്ഞ നിറമുള്ളതായിട്ട് കാണുന്നു എന്ന സാമാന്യത്തെ സമർത്ഥിക്കുന്നതിനാൽ ഇവിടെ അർത്ഥാന്തരന്യാസ അലങ്കാരമാണ് വരുന്നത്. വിശേഷേണ സാമാന്യ സമർത്ഥനം എന്ന അർത്ഥാന്തരന്യാസ അലങ്കാരമാണ് അതിൽ വരുന്നത്. അർത്ഥാന്തരന്യാസ അലങ്കാരം രണ്ടു തരത്തിലാണ്. സാമാന്യേന വിശേഷ സമർത്ഥനവും വിശേഷേണ സാമാന്യ സമർത്ഥനവും. രണ്ടിൻ്റെയും ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അലങ്കാരം ഇതിൽ പറഞ്ഞിട്ടുള്ളത് കാവ്യലിംഗം എന്ന അലങ്കാരമാണ്. ഈ യൂണിറ്റുകളിൽ കൊടുത്തിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ് എന്ന് തോന്നും. ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ വ്യത്യാസമുള്ളവയാണ്. അപ്പൊ അർത്ഥാന്തരന്യാസത്തിനോട് നമുക്ക് താതാത്മ്യം തോന്നുന്ന ഒരു അലങ്കാരമാണ് കാവ്യലിംഗം. അപ്പൊ കാവ്യലിംഗം എന്താണെന്ന് നോക്കാം. സമർത്ഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗം സമർത്ഥനം ജിതോസി മന്ദ കന്ദർപ്പ മച്ചിത്തേസ്തി ത്രിലോചനഃ. എന്താ പറയുന്നത്? സമർത്ഥനീയസ്യ അർത്ഥസ്യ, സമർത്ഥിക്കേണ്ടതായ കാര്യത്തെ, സമർത്ഥനം കാവ്യലിംഗം, സമർത്ഥിക്കുന്നതായി ഉചിതമായി സമർത്ഥിക്കുന്നതാണ് എന്ത്? കാവ്യലിംഗം എന്ന് പറയുന്നത്. ഹേതുന വാക്യം സമർത്ഥയതി ചേത് തർഹി കാവ്യലിംഗാലങ്കാരഃ. ഹേതുവിനാൽ അല്ലെങ്കിൽ കാരണത്താൽ വാക്യത്തെയോ പദത്തെയോ സമർത്ഥിക്കുകയാണെങ്കിൽ അവിടെ കാവ്യലിംഗാലങ്കാരമാകാം. ജിതോസി മന്ദ കന്ദർപ്പ മച്ചിത്തേസ്തി ത്രിലോചനഃ എന്നതാണ് ഉദാഹരണം. ഹേ മൂഢ കന്ദർപ്പ, അല്ലയോ മൂഢ കാമദേവ, ത്വം ജിതോസി, നീ ജയിച്ചിരിക്കുന്നു, മമ ചിത്തേ, എന്റെ ഹൃദയത്തിൽ, ത്രിലോചനഃ ശിവഃ അസ്തി, ത്രിലോചനനായ ശിവനുണ്ട്. അത്ര, ഇവിടെ, മച്ചിത്തേ മദനദാഹകഃ ശിവഃ അസ്തി ഇതി വാക്യേന, എന്റെ ഹൃദയത്തിൽ മദനദാഹകനായ, മദനൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, കാമദേവദാഹകനായിട്ടുള്ള ശിവൻ ഉള്ളതിനാൽ എന്ന കാരണം കൊണ്ട് കന്ദർപ്പനായ നീ, കാമദേവനായ നീ ജയിച്ചിരിക്കുന്നുവെന്ന് എന്ന് ഹേതു കൊണ്ട്, കാരണം കൊണ്ട് വാക്യത്തെ സമർത്ഥിക്കുന്നതിനാൽ എന്താണ്? കാവ്യലിംഗാലങ്കാരമാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കാരണം കൊണ്ട് വാക്യത്തെ സമർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് എന്താണ്? കാവ്യലിംഗാലങ്കാരമാണ് വരുന്നത്. അടുത്ത മറ്റൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഭസ്മോദ്ദൂളന ഭദ്രമസ്തു ഭവതേ രുദ്രാക്ഷമാലേ ശുഭം ഹാ സോപാന പരമ്പരേ ഗിരിസുതാ കാന്താലയാലങ്കൃതേ അദ്യാരാധന തോഷിതേന വിഭുന യുഷ്മത്സപര്യാസുഖ ലോകോച്ഛേദിനി മോക്ഷനാമനി മഹാമോഹേ നിലീയാമഹേ. എന്താ പറയുന്നത്? ഗാത്രേ, ശരീരത്തിൽ, ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരത്തിൽ ഭസ്മലേപന രുദ്രാക്ഷധാരണാദിന, ഭസ്മലേപനവും രുദ്രാക്ഷമാലയും അണിഞ്ഞിരിക്കുന്ന ശിവം പ്രസാദയൻ, ശിവനെ പ്രസാദിപ്പിക്കുന്നതിനായി മോക്ഷം പ്രാപ്സ്യ, മോക്ഷം ആഗ്രഹിക്കുന്ന, മോക്ഷം പ്രാപ്സ്യമാനസ്യ,
മോക്ഷം ആഗ്രഹിക്കുന്നവനായ ഒരു ഭക്തൻ പറയുന്നതാണ് ഇത്. മോക്ഷേ പ്രാപ്തേ സതി, അല്ലയോ ഭസ്മലേപനം ചെയ്തിരിക്കുന്ന അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. എന്നിട്ട് എന്താ പറയുന്നത്? ഹേ ഭസ്മലേപന തേ ഭദ്രമസ്തു, അല്ലയോ ഭസ്മലേപനം ചെയ്തിരിക്കുന്നവനെ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഹേ രുദ്രാക്ഷമാരെ, അല്ലയോ രുദ്രാക്ഷമാരെ നിനക്ക് ശുഭം സംഭവിക്കട്ടെ. അതുപോലെ ഗിരിസുതായാഹ കാന്തസ്യ ആലയേന കൈലാസേന അലങ്കൃതേഹേ സോപാന പങ്ക്തേ, പാർവതിയുടെ കാന്തന്റെ പതിയുടെ വീടായിട്ടുള്ള ഗൃഹമായിട്ടുള്ള കൈലാസത്തെ അലങ്കരിക്കുന്ന പടികളെ, ഹാ കഷ്ടം, ഇന്ന് എൻ്റെ ആരാധനയാൽ സന്തുഷ്ടനായ ശിവനാൽ മോക്ഷമെന്ന മഹാമോഹത്തെ ഞങ്ങൾ, ആരാധനയാൽ സന്തുഷ്ടനായ മഹാമോഹത്തെ ഞങ്ങൾ വിലയം പ്രാപിക്കുന്നു. യാതൊന്നിലാണോ നിങ്ങളുടെ പൂജയെയും സുഖത്തെയും ഛേദിക്കുന്നത്, അതാണ് മോക്ഷമെന്ന് പറയുന്നത്. അപ്പോ ഭസ്മധാരണാദി തുടങ്ങിയ സുഖ അനുഭവ നിരോധകത്താൽ മഹാമോഹം പടികൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ മഹാമോഹ കൽപ്പനയ്ക്ക് കാരണം നിങ്ങളുടെ പൂജയും സുഖവും ഛേദിക്കുന്ന പദം കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നു. അതിനാൽ കാവ്യലിംഗം. ഇവിടെ എന്താണ്? മഹാമോഹന കൽപ്പനയ്ക്ക് എന്താണ് കാരണം പറഞ്ഞിരിക്കുന്നത്? കാരണം നിങ്ങളുടെ പൂജയും സുഖവും ഛേദിക്കുന്നു എന്ന പദം കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നതിനാൽ ഇവിടെ കാവ്യലിംഗ അലങ്കാരമാണ് വരുന്നത്. ഇനി ഇവിടെ കോ ഭേദഃ കാവ്യലിംഗ അർത്ഥാന്തരന്യാസയോഹോ, കാവ്യലിംഗവും അർത്ഥാന്തരന്യാസവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് കൊടുത്തിട്ടുണ്ട്. സാമാന്യ വിശേഷയോഹോ ന്യാസേ അർത്ഥാന്തരന്യാസഃ, സാമാന്യവും വിശേഷവും തമ്മിലുള്ള ന്യാസമാണ് അർത്ഥാന്തര ന്യാസം എന്ന് പറയുന്നത്. സാമാന്യ വിശേഷങ്ങളുടെ എന്താണ് ബന്ധത്തോട് കൂടിയതാണ് അർത്ഥാന്തരന്യാസം. കാവ്യലിംഗത്തിൽ എന്താണ് സമർത്ഥ്യ സമർത്ഥക ഭാവമാണ് വരുന്നത്. ഹേതുവിനെയും വാക്യത്തെയും സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സമർത്ഥ്യ സമർത്ഥകയോഹോ സാമാന്യ വിശേഷ സംബന്ധേ അർത്ഥാന്തരന്യാസഃ, സമർത്ഥ്യം സമർത്ഥകം എന്നിവയുടെ സാമാന്യ വിശേഷ സംബന്ധത്തിലാണ് എന്ത് വരുന്നത്? അർത്ഥാന്തരന്യാസാലങ്കാരം വരുന്നത്. ഇപ്പൊ കാവ്യലിംഗത്തിൽ എന്താണ് സമർത്ഥ്യ സമർത്ഥക ഭാവമാണുള്ളത്. അർത്ഥാന്തരന്യാസത്തിലോ സാമാന്യ വിശേഷ സംബന്ധമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. അർത്ഥാന്തരന്യാസാലങ്കാരവും കാവ്യലിംഗാലങ്കാരവുമാണ് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. ഏകദേശം ഒരുപോലെയാണ് തോന്നുമെങ്കിലും അവ തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊടത്ത് എന്താണ്? സാമാന്യ വിശേഷയോഹോ സമർത്ഥനമാണ്. ഇവിടെ എന്താണ്? സമർത്ഥ്യ സമർത്ഥം, ഹേതുവും വാക്യവുമാണ് സമർത്ഥിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിലെ രണ്ടലങ്കാരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത യൂണിറ്റിൽ കാണാം. അതുവരെ നന്ദി.